ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ ശാബസ്കൂൾ പാഠപഠനത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ ഒന്നാമത്തെ ക്വാർട്ടറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങള് കർത്താവിൻ്റെ നീതിയെക്കുറിച്ചും സ്നേഹവാനായ ദൈവത്തെക്കുറിച്ചും ഒക്കെ നാം അനേക പാഠങ്ങൾ, കഴിഞ്ഞ 10 പാഠങ്ങൾ നാം പഠിക്കുമ്പോഴും ആ പ്രാപഞ്ചികമായ ഈ വൻ പോരാട്ടത്തിന്റെ കാരണങ്ങളെയും കാരണക്കാരനെയും ഒക്കെ നാം തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാമായിരിക്കുന്ന അനേക ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നിവാരണം വരാത്ത അനുഭവമായതുകൊണ്ട് 11ാമത്തെ ഈ പാഠത്തിലൂടെ നാം ചില കാര്യങ്ങള്, കർത്താവ് ചെയ്ത കാര്യങ്ങള്, നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, പാപത്തിന്റെ അന്തിമമായ പോരാട്ടത്തില് പാപ കാരണക്കാരനെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നതെന്നൊക്കെ നാം ഈ ആഴ്ചയിലെ പാഠത്തിലൂടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വചനങ്ങള് വളരെ വ്യക്തമായും ശക്തമായും നമുക്ക് ഈ കാലങ്ങളിൽ ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപയോടുകൂടി നൽകി തരുമ്പോൾ, വിശ്വാസത്തിന്റെ നല്ല അനുഭവം പ്രാപിച്ചവരായി അത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ ദൈവത്തിന്റെ നീതിയെയും സ്നേഹത്തെയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കും. ഈ ആഴ്ചയിലെ പാഠത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനിയും അതിൽ എന്ത് ചെയ്യുവാനുണ്ട്. മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെ പ്രസ്താവിച്ചുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകത്തില് 5-ാം അധ്യായത്തില് ദൈവജനത്തെ സാദൃശ്യപ്പെടുത്തി, തോട്ടക്കാരനായ ദൈവത്തെ സാദൃശ്യപ്പെടുത്തി അവിടെ മനോഹരമായിട്ട് അത് ഉപമയിലൂടെ പ്രസ്താവിക്കുമ്പോൾ ആ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ പാഠത്തിന്റെ തലക്കെട്ടായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അതിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനിയും അതിൽ എന്താ ചെയ്യാനുള്ളത്. ഈ പാഠത്തിന്റെ ആധാരവാക്യമായിട്ട് പീലാത്തോസ് കർത്താവിനോട് സംസാരിക്കുന്ന മനപ്പാഠവാക്യം ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തെ ആധാരമാക്കിയാണ്. ആ 18-ാം അധ്യായം 37-ാം വാക്യത്തില് യോഹന്നാന്റെ സുവിശേഷം പ്രസ്താവിക്കുന്നത്, പീലാത്തോസ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവിനോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെയും മൗനമായിരിക്കുന്നത് നാം കാണുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പീലാത്തോസ് സംസാരിക്കുമ്പോൾ കർത്താവ് അതിന് ഉത്തരം പറയുകയാണ്, അതിന്റെ വ്യക്തത വരുത്തുകയാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പീലാത്തോസ് യേശുവിനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്നുത്തരം പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷിയായിരിക്കേണ്ടുന്നതിന് ഞാൻ ജനിച്ചു, അതിനായിട്ട് ഈ ലോകത്തിൽ വന്നു. സത്യതൽപരരായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. ഞാൻ രാജാവാണ്. പീലാത്തോസ് വിചാരിക്കുന്നത് പോലെ ഒരു ഭാഗം ജനത്തിന്റെ രാജാവ് അല്ല എന്ന വ്യക്തതയാണ് അവിടെ വരുത്തുന്നത്. സത്യത്തിന് സാക്ഷിയാകുന്ന സത്യവാനായ രാജാവ്, ആ സത്യവാനായ രാജാവ് സത്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, സത്യതൽപരായവർ തന്നെ കണ്ടുമുട്ടുവാൻ, ആ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ ഈ ഭൂമിയിൽ വന്നു എന്ന് ഈ വാക്യത്തിലൂടെ കർത്താവ് പ്രസ്താവിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ നോക്കിക്കാണുന്നത് എപ്രകാരമാണ് എന്നു പകൽക്കാലം ഒന്ന് വിചിന്തനം ചെയ്യാം. നമ്മുടെ കർത്താവിനെ നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയുള്ള ഒരു ചിത്രമാണ് ദൈവത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുന്നത്. ദുഃഖങ്ങളും പ്രയാസങ്ങളും വേർപാടുകളും പരിഹാസങ്ങളും മനപീഡകളൊക്കെയും വരുമ്പോൾ ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനും വേഗം വരുന്നവനുമായ കർത്താവിൽ ആശ വെച്ച് ജീവിക്കുന്ന നാം എപ്രകാരമാണ് ആ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും നോക്കിക്കാണുവാനും ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായ ഒരു സംഭവ കഥ വിവരിക്കുന്നുണ്ട്. ഡെന്നിസ് എന്ന് പറയുന്നതായ ഒരു കൊച്ചു ബാലൻ. ഈ കഥ വന്നിരിക്കുന്നത് ഗൈഡ് മാഗസിനില് വളരെ കാലങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കഥയാണ്. ചില ഉൾക്കാഴ്ചകൾ അതിനകത്ത്, ചില മോറൽ സ്റ്റോറി ആയിട്ട് നമുക്കത് എടുക്കുവാൻ തക്കവണ്ണം കഴിയും. ഡെന്നിസ് എന്ന് പറയുന്നതായ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ബാലൻ. ആ ബാലന്റെ മാതാപിതാക്കൾക്ക് മാരകമായ പകർച്ചവ്യാധി ആയി. കൊറോണ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ക്വാറന്റൈൻ
എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതെന്നാണ്. ഏതോസ്തവത്തിൽ അതുപോലെ ഒരു വാക്കുണ്ട്. ഈ ക്വാറന്റൈൻ പോലെ അന്ന് അവിടെ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ഈ അസുഖബാധിതരിൽ നിന്ന് അസുഖം ബാധിക്കാത്തവരെ വേർപെടുത്തി കൊണ്ടുപോകുവാൻ ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ഡെന്നിസ് എന്ന് പറയുന്ന ബാലനെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി രാജാവ് അതിന് സംരക്ഷണം നൽകുകയാണ്. രാജാവ് അവന് വേണ്ടതെല്ലാം നൽകി അവനെ ഒരു ദത്തുപുത്രനെ പോലെ വളർത്തുകയാണ്. അവന് അതിനുശേഷം അവന്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല, അവന് അറിയത്തുമില്ല. എന്നാൽ ഈ രാജാവ് അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും രാജാവിനോട് അവന് എന്തെന്നില്ലാത്ത വിഷമമാണ്, വെറുപ്പാണ്. കാരണം അവന്റെ മാതാപിതാക്കളിൽ നിന്ന് അവനെ മാറ്റിയതാണ് അവന്റെ ആ വിഷമത്തിനൊക്കെ കാരണമായി തീർന്നത്. വളർന്ന് 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 വലിയതായപ്പോഴും അവൻ ആ രാജാവിനോടുള്ള മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ രാജാവിനോട് അവന് ഇഷ്ടമില്ല. അങ്ങനെ രാജാവോ സ്നേഹവാനായ രാജാവ്, എല്ലാം കൊടുക്കുന്ന രാജാവ്, അവനൊരു കുറവും വരുത്താതെ അവനെ നോക്കിക്കാണുന്ന ഒരു രാജാവാണ്. എങ്കിലും അവന്റെ ഉള്ളില് ആ രാജാവിനോട് വേണ്ടത്ര ബഹുമാനമോ സ്നേഹമോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വളർന്നപ്പോൾ അവന് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞപ്പോൾ അവൻ രാജാവ് ചെയ്ത നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രാജാവിനെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി എന്നാണ് ഈ കഥയുടെ ഉള്ളടക്കമായിട്ട് കൊടുത്തേക്കുന്നത്. എന്നാൽ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയട്ടെ. ഈ രാജാവ് ചെയ്തതുപോലെ നമ്മുടെ സ്വർഗപിതാവ് അതിനേക്കാൾ ഏറെ കാര്യമാണ് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നാം ആ ദൈവത്തെ വേണ്ടതുപോലെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ അനുസരിക്കുകയോ കൂട്ടാക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥ ജീവിതത്തിൽ സംജാതമാകുന്നില്ലേ എന്ന് നാം ചിന്തിക്കുവാനും നമ്മളെ ചിന്തിപ്പിക്കുവാനുമുള്ള ഒരു നല്ല കഥയാണ് ഡെന്നിസിന്റെ കഥ. അനേകം പേരും ഡെന്നിസിനെ പോലെയാണ്, ആ രാജാവിനെ നോക്കി കണ്ടതുപോലെയാണ് ഇന്ന് ദൈവത്തെ. ഇത്രയും സ്നേഹവാനായ ഒരു ദൈവമാണെങ്കിൽ എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മരണത്തിന് ഏൽപ്പിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നിൽ നിന്ന് അകറ്റിയത്? എനിക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത്? എന്നെല്ലാം ഉള്ള ചോദ്യങ്ങളാൽ നാം പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരും. എന്നാൽ ദൈവം നീതിമാനും സ്നേഹവാനുമാണ്. അവിടുത്തെ നീതിയെ വെളിപ്പെടുത്തുന്ന അനേക കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ നാം പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. അത് നാം പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയും. പാപത്തിന്റെ അന്തിമ പോരാട്ടം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പോകുമ്പോൾ വിജയിയായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വിജയിയായ ക്രിസ്തു എന്ന് പറയുമ്പോൾ കർത്താവ് ജയമെടുക്കുന്നത് സാത്താന്റെ ഒരു കള്ളം പൊളിച്ചുകൊണ്ടാണെന്ന്, ക്രൂശിൽ തന്റെ യാഗത്താൽ സാത്താന്റെ ഒരു കള്ളമാണ് പൊളിക്കുന്നത്. എന്താ കള്ളം? ദൈവത്തിന് സ്നേഹമില്ല, ദൈവം ദുഷ്ടനാണ്, അല്ലെങ്കിൽ ദൈവം മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കുകയാണെന്നൊക്കെ മനുഷ്യവർഗത്തെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന ആ കള്ളമാണ് എന്ത് ചെയ്തത്? ക്രൂശില് പൊളിച്ചെഴുതിയത്. കാരണം സാത്താനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രഭു. താൽക്കാലികമായിട്ട് അവന് ഈ ലോകത്തില് പ്രഭു ആയിരിക്കാൻ തക്കവണ്ണം ആദാമിലൂടെ അവസരം ഒരുക്കപ്പെട്ടു, ആദാമ്യ പാപത്തിലൂടെ. എന്നാൽ അത് താൽക്കാലികമാണെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ നാം പഠിക്കുകയുണ്ടായി. അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവ് തന്റെ രക്തത്താല് ഈ ലോകത്തെ വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം, ലോകത്തിലുള്ളതിനെ രക്ഷിക്കുവാൻ തക്കവണ്ണമാണ് കാൽവറിയിലേക്ക് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തത്. അത് നാം കാണുമ്പോൾ ആ ലോകത്തിന്റെ പ്രഭുവിന്റെ ആദ്യ നാശം സംഭവിച്ച, അവന്റെ കള്ളം പൊളിഞ്ഞു ക്രൂശില്, അവന്റെ തല തകർക്കപ്പെട്ട അനുഭവമാണ് ക്രൂശിലുണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. സാത്താനെ കുറിച്ച് പറയുന്നത് അനേക വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതില് 1 യോഹന്നാൻ 3:8 പറയുന്നത് അവൻ ഫോഷ്കിന്റെ അപ്പനാണെന്നാണ് യോഹന്നാൻ സാത്താനെ കുറിച്ച് പറയുന്നത്. ഫോഷ്കാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് വഞ്ചന ചെയ്ത് ആ വഞ്ചകനാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ ഏറ്റവും വലിയ ഹോബി അല്ലെങ്കിൽ രസകരമായ അവന്റെ ഏറ്റവും വലിയ കള്ളമെന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിലുള്ളവരെയും ദൈവത്തിനുള്ളവരെയും കുറ്റം വിധിക്കുക എന്നുള്ളതാണ്. കുറ്റം പറയുന്ന അവവാദി,
നമുക്കറിയാം യോശുവയെ കുറിച്ച് കുറ്റം പറഞ്ഞു. അയ്യേ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ ദൈവസന്നിധി നിൽക്കുന്നത്? ദൈവം അവനെ ഫത്സിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം കുറ്റം പറയുന്ന ഒരു അപവാദിയാണ് സാത്താൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. യോബിനെ കുറിച്ച് എന്താണ് വാദിക്കുകയുണ്ടായി. അതുപോലെ അനേക വേദപുസ്തക വാക്യങ്ങള് നമുക്ക് സാത്താന്റെ വഞ്ചനയെ പറ്റിയും അവനെ കുറ്റം പറയുന്നതിനെ കുറിച്ചൊക്കെ കാണുവാൻ കഴിയും. അതുപോലെ മൂന്നാമത്തെ കാര്യം, ലോകത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു കള്ളപ്രഭുവാണ് ഈ സാത്താൻ എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. യോഹന്നാൻ 18:3 സാത്താനെ കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് തീവെട്ടികളും ആയുധങ്ങളുമായിട്ട് അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞ് പുറത്തു വന്നു എന്നവിടെ കാണുവാൻ കഴിയും. നോക്കിക്കേ, നുഴഞ്ഞു കയറുന്ന ഒരു പ്രഭു യൂദയിലേക്ക് നുഴഞ്ഞു കയറിയാണ് കർത്താവിനെ ഒറ്റുകൊടുക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ 18-ാം അധ്യായത്തിൽ വായിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? ഈ വഞ്ചകനും അപവാദിയും ഭോഷ്കിന്റെ അപ്പനുമായ ഈ സാത്താനെ, അവന്റെ സകല കള്ളങ്ങളും പൊളിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന സാത്താനെ ക്രൂശിൽ അവന്റെ ആ കള്ളമെല്ലാം പൊളിക്കുകയാണ്. ദൈവം സ്നേഹവാനാണ്. തന്റെ പുത്രനെ ആദരിക്കാതെ ഈ ലോകത്തിലേക്ക് ഈ മാനവരാശിയെ സ്നേഹിച്ചവരെ രക്ഷിക്കുവാൻ അയച്ച ദൈവത്തിന്റെ സ്നേഹം ക്രൂശിൽ വെളിപ്പെട്ടപ്പോൾ അവന്റെ കള്ളം പൊളിയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പീലാത്തോസിനോട് പറഞ്ഞത്, ഞാൻ സത്യത്തിന്റെ സാക്ഷിയായിട്ട് വന്നിരിക്കുകയാണ്, സത്യതൽപരരായവരെന്നില് വിശ്വസിക്കും എന്ന് പറയുകയുണ്ടായി. കർത്താവ് ക്രൂശിലാണ് നമുക്ക് ദൈവത്തിന്റെ സമ്പൂർണ്ണ നീതി വെളിപ്പെടുന്ന സ്ഥലം. എന്താണ് നീതി? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ളതായ ആ മരണത്തെ ജയിക്കുവാൻ തക്കവണ്ണം, ആ ദേഹിയെ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ എന്ത് ചെയ്തു? മനുഷ്യവേഷത്തിലേക്ക് ഇവിടെ വന്നു ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാല് സാത്താനെ സമ്പൂർണമായിട്ട് ഇല്ലാതാക്കുന്നത് എപ്പോഴാണ്? കർത്താവിന്റെ 2-ാം വരവ് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമാക്കുകയാണ്. അവസാനം സാത്താനും അവന്റെ കൂട്ടാളികളെയും എന്നേക്കുമായിട്ട് നശിപ്പിക്കും. മലാക്കിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ വേരും കൊമ്പും ശേഷിക്കാതെ അവനെ നശിപ്പിക്കുമെന്ന്, അങ്ങനെ വൻ പോരാട്ടത്തിന്റെ അവസാനം ഉണ്ടാകുമെന്നും വളരെ വ്യക്തമാണ്. തിങ്കളാഴ്ചത്തെ പാഠം നാം പഠിക്കുമ്പോൾ നീതിമാനും നീതീകരിക്കുന്നവനും എന്നുള്ളതായ ആ പാഠത്തില് നമുക്ക് ആ കർത്താവിന്റെ പ്രവൃത്തിയും പിശാചിന്റെ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയും എല്ലാം നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. റോമാലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ 23 മുതൽ പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. ആ മരണത്തിൽ നിന്ന് ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്താൽ എന്നേക്കുമായിട്ട് നമുക്ക് നീതി ലഭിക്കും. നീതിമാനായ ദൈവം അത് നമുക്ക് നൽകിത്തരും. മരണത്തിന്റെ അധിപതിയായ പിശാചിനെ ദൈവം നശിപ്പിച്ചു കളയും എന്ന് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്നാൽ ശത്രുവിന്റെ ഭരണത്തിന്റെ മൊത്തമായ പരാജയം സംഭവിക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണെന്ന് നാം വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഒന്നാമത് ക്രൂശിന്റെ പ്രവൃത്തിയിലൂടെയും ക്രിസ്തു സാത്താന്റെ അപവാദപരമായ ആരോപണങ്ങളെ തെറ്റാണെന്ന് തെളിയിച്ചു. രണ്ടാമത് കർത്താവ് താൻ ഗംഭീരനാദത്തോട് വരുമ്പോൾ അവന് കുറച്ച് സമയത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുമെങ്കിലും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഈ സാത്താനെയും അവന്റെ പിന്നാളികളെയും മൊത്തമായിട്ട് നശിപ്പിച്ച് കളയും എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ സാത്താന്റെ കപട വേഷങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ ഒരു വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. വളരെ നല്ല മനോഹരമായ ചില ഉപമകളാണ് ഇനി നാം പഠിക്കാൻ പോകുന്ന ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ. എൻ്റെ പ്രിയതമന്റെ ഒരു ഗാനം, യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തെ 1-ാം വാക്യം മുതൽ നല്ല മനോഹരമായ ഒരു പാട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ഗാനത്തെക്കുറിച്ച് അവിടെ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും.
ഞാൻ എൻ്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പ്രിയന്റെ പാട്ട് പാടുന്നതായ ഒരു ഗാനമാണ് ഇവിടെ അതിന് ഉപോത്ബലകമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ പാട്ടിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്? ഈ പ്രിയന് ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം കുന്നിന്റെ മുകളിലുണ്ട്. ആ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നാം പഠിക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടം മനോഹരമാക്കുവാൻ തക്കവണ്ണം വേലിയെല്ലാം കെട്ടി ചക്കൽ ഗോപുരമെല്ലാം നാട്ടി ഗോപുരമെല്ലാം ചക്ക് കുഴിച്ചിട്ടു നല്ല മുന്തിരിവള്ളി കൊണ്ടുവന്ന് മനോഹരമായിട്ട് അതിനെ പരിപാലിക്കുന്ന മനോഹരമായ ഒരു തോട്ടത്തിന്റെ വർണ്ണനയാണ് യെശയ്യാവ് 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുന്നത്. ഈ മുന്തിരിത്തോട്ടം പ്രിയതമന് യെശയ്യാവ് ഒരു ഗാനമായി പാടുമ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ ദൈവമാണ്, മുന്തിരിത്തോട്ടം ദൈവത്തിന്റെ ജനവുമാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നാം പഠിക്കുകയാണ്. മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ ദൈവവും മുന്തിരിത്തോട്ടം ദൈവത്തിന്റെ ജനത്തെയും കുറിച്ചാണ് പറയുന്നതെന്ന് വളരെ വ്യക്തമാക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിനു വേണ്ടി എത്ര മനോഹരമായ പ്രവൃത്തിയിലൂടെയാണ് ആ മുന്തിരിത്തോട്ടത്തെ മനോഹരമാക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചത്, ചെയ്തു തന്നത് എന്ന് യെശയ്യാവ് ആ ഗാനത്തിലൂടെ നമുക്ക് അനുഗ്രഹകരമായിട്ട് ആ സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കുന്ന ആ തോട്ടക്കാരന്റെ വളരെ കഠിനാധ്വാനത്തെ കുറിച്ചെല്ലാം നമുക്കവിടെ പരിവച്ചിട്ടുണ്ട്. പക്ഷേ മുന്തിരിങ്ങ കായ്ച്ചപ്പോഴെന്താണ്? കാട്ടുമുന്തിരിങ്ങയാണ്, കയ്പുള്ള മുന്തിരിങ്ങയാണ്, പുളിയനാണ് എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടം യഹൂദ പുരുഷന്മാരും യെരുശലേം നിവാസികളും ആണെന്ന് വളരെ വ്യക്തമായിട്ട് വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം ജനം അവരെ കൊണ്ടുവന്ന് നട്ടു. മറ്റൊരിടത്ത് പറയുന്ന മിസ്രൈമീന്ന് ഞാനൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴ് മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്ന ദൈവജനത്തെ അവരുടെ കഷ്ടപ്പാടിന്റെ ആധിക്യം വന്നപ്പോൾ അവരെ കൊണ്ടുവന്നു, അവരെ മനോഹര മുന്തിരിങ്ങ കായ്ക്കുവാൻ തക്കവണ്ണം വളരെ സംരക്ഷണം ഒരുക്കി 40 ആണ്ട് മരുഭൂമിയിലൂടെ നടത്തി ഒരു കുറവും വരാതെ അവർക്ക് മുൻപടയായി പിൻപടയായി അവർക്ക് വെയിൽ കൊള്ളാതിരിക്കുവാൻ, അവർക്ക് മഴ നനയാതിരിക്കുവാൻ, മഞ്ഞു കൊള്ളാതിരിക്കുവാൻ ഒക്കെയും അവിടുന്ന് സംരക്ഷണം ഒരുക്കി 40 ആണ്ട് അവരുടെ കൂടെ ഇരുന്നതിന് ശേഷം വാഗ്ദത്തം ചെയ്ത ദേശം അവർക്ക് കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ വാഗ്ദത്ത ദേശത്ത് വരുമ്പോൾ അവരോട് പറഞ്ഞതെല്ലാം അവർ മറന്നുപോയ അനുഭവത്തില് പിന്നീട് അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലമെന്ന് പറയുന്നത് പുളിപ്പിന്റെ കാട്ടുമുന്തിരിങ്ങയുടെ അനുഭവമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ദൈവം അവിടെ എന്താ ചെയ്തതെന്ന് നോക്കാം നമുക്ക്. ആ മുന്തിരിത്തോട്ടത്തോട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ആദ്യമേ അതിന്റെ വേലി പൊളിച്ച് കളയുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം വേലി പൊളിച്ചു കളയുന്നതല്ല, ഇവര് തന്നെ എന്ത് ചെയ്യാണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവമാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ കാട്ടുപന്നികൾ വന്ന് മാന്തുന്ന ഒരു അനുഭവം വരികയാണ്. മറ്റുള്ളവർ വന്ന് അവരെ പീഡിപ്പിക്കുകയും അവരെ അടിമത്തത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം യെശയ്യാവ് വളരെ വ്യക്തമായിട്ട് ഉപമയിലൂടെ പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഈ കാലങ്ങൾ വളരെ ദുർഘട കാലങ്ങളാണ്, കഷ്ടകാലങ്ങളാണ്. ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ ജനമായിരിക്കാൻ നമ്മെ വിളിച്ചു വേർതിരിച്ച അവിടുത്തെ ആ നീതിയും സ്നേഹവും മനസ്സിലാക്കുവാൻ നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ ആൾബലം കൂടിയവരോ വളരെ വലിയ കീർത്തിയുള്ളവരോ ഒന്നും ആയിട്ടല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ ജനമായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ നമ്മിൽ കായ്ക്കേണ്ടത് കാട്ടുമുന്തിരിങ്ങയല്ല, സ്നേഹത്തിന്റെ അല്ല, സത്യത്തിന്റെ സാക്ഷികളായ നല്ല അനുഭവമുള്ള ആ അനുഭവങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് എന്ന് യെശയ്യാവിലൂടെ നമുക്ക് ആഹ്വാനം തരികയാണ്. വീണ്ടും കർത്താവ് തന്നെ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തില്, ലൂക്കോസ്, മർക്കോസ് 3 സുവിശേഷങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ഉപമയായിട്ട് ഇതിനെ കൊടുക്കുന്നുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ ഇവിടെ യെശയ്യാവ് പാടിയ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടിയപ്പോൾ
മനോഹരമായ മുന്തിരിത്തോട്ടം. അതിന് നടിയില് ഒരു കുറവ് വന്നില്ല, വളമിടുന്നതിന് കുറവ് വരുത്തിയില്ല, വേലി കെട്ടാതിരുന്നിട്ടില്ല. അതിനെ വളരെ ശക്തമായിട്ട് സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്നു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ ഉപമയില് അവിടുന്ന് നല്ല ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി ഫലകാലം കഴിയുന്നതിന് മുമ്പ് പരദേശത്ത് പോയതായ ഒരു ധനാഢ്യനായ വ്യാപാരിയായ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്നാല് മുന്തിരിത്തോട്ടത്തെ അനാഥമാക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് മുന്തിരിത്തോട്ടത്തെ പരിപാലിക്കുവാൻ തക്കവണ്ണം കുടിയാന്മാരെ നിയമിക്കുന്ന ഈ യജമാനൻ പാട്ടത്തിന് കൊടുത്തിട്ട് പോയി. മുന്തിരിത്തോട്ടം അനാഥമാക്കിയില്ല. നിങ്ങൾ ആ മുന്തിരിത്തോട്ടം എന്ത് ചെയ്യണം? നല്ല ഫലങ്ങൾ ശേഖരിച്ച് നിങ്ങൾക്കുള്ളത് എടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യണം? ബാക്കി എനിക്ക് തരണമെന്നുള്ള വ്യവസ്ഥയിലാണ് പരദേശത്തേക്ക് പോകുന്നത്. അങ്ങനെ മുന്തിരിയുടെ ഫലകാലം വന്നപ്പോഴ് എന്താ സംഭവിച്ചത്? ആ ഫലം എടുക്കുവാനൊക്കെ വണ്ണം അവരിൽ നിന്ന് അവരുടെ പാട്ടക്കൂലി വാങ്ങിയതിനു ശേഷം എടുക്കാൻ വന്നപ്പോഴ് ആ വന്ന ആളിനെ അപമാനിച്ചു, അടിച്ചു, തല്ലി, ചിലരെ കൊന്നു, കുറേ കഷ്ടതകൾ ഓരോ ഗ്രൂപ്പിനെയും ചെയ്തു. അവസാനം ഒരു ഫലവും കിട്ടാതായപ്പോഴത്തേന് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ എന്താ ചെയ്തത്? തൻ്റെ സ്വന്തം മകനെ ആ മുന്തിരിത്തോട്ടത്തിന്റെ ഫലം എടുക്കുവാൻ തക്കവണ്ണം അയക്കുകയുണ്ടായി. അവന് അവകാശിയാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ തോട്ടത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്ന് കർത്താവ് ഉപമ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി. ഇത് കേട്ടുകൊണ്ടിരുന്ന പരീശന്മാർക്കും മഹാപുരോഹിതന്മാർക്കും ഒക്കെ അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപേ ദൈവത്തിന്റെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ, അവരുടെ നല്ല ഫലത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അവരെ മുന്നറിയിപ്പുകൾ കൊടുക്കുവാൻ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാൻ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വരുന്നതിന് അവരെ ആഹ്വാനം ചെയ്യുവാൻ വന്നിരുന്നതായ ന്യായാധിപന്മാര്, പ്രഭുക്കന്മാര്, രാജാക്കന്മാര്, അതുപോലെ പ്രവാചകന്മാര്, ദൈവത്തിന്റെ വേല ചെയ്ത ദാസന്മാർ, അവരെയൊക്കെ എന്താണ് ചെയ്തത്? ഈ ജനമില്ലായ്മ ചെയ്യുകയുണ്ടായി എന്ന് വളരെ വ്യക്തമാണ്. സഖര്യാവെന്ന പ്രവാചകനെ കൊന്നുകളഞ്ഞു. യിരെമ്യാവിനെ അവര് എന്തെല്ലാം ദുഷ്ടത്തരമാണ് ചെയ്തത്. ഇശ്യാവിനെയും കൊന്നുകളഞ്ഞു. ഇങ്ങനെയുള്ള പ്രവാചകന്മാരെയൊക്കെ അവർ കൊല്ലിച്ചവരാണ് ഈ ഇസ്രായേൽ ജനം. അവരനേക പ്രവാചകന്മാരെ കൊല്ലുകയുണ്ടായി. അവരുടെ വാക്ക് കൂട്ടാക്കിയില്ല. അവർക്ക് വേണ്ടി ഉപദേശം കൊടുക്കുന്നവരെ അവർ അടിക്കുകയുണ്ടായി. നമുക്കറിയാം, ആമോസ് പ്രവാചകൻ നാട്ടിടയനാണ്. ദർശക, നീ നിന്റെ പാട്ടിന് പോന്ന് പറയുകയുണ്ടായി. അങ്ങനെ വളരെ മ്ലേച്ഛമായിട്ട് പ്രവാചകന്മാരോട് ചെയ്തതായ ഈ ജനം തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ കർത്താവിനെ എന്താ ചെയ്ത്? ആ തോട്ടത്തിന് വെളിയിൽ കൊണ്ടുപോയി ഗോഗോൽതായുടെ മണ്ടയിൽ അവർ ക്രൂശിക്കുകയുണ്ടായി. അതാണ് കർത്താവിനോട് അവർ ചെയ്തത്. സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ ചെയ്തത് അതാണ്. അവരെ നേടേണ്ടുന്നതിന് വന്നെങ്കിലും അവർ യേശുവിനെ കൂട്ടാക്കിയില്ല. പിന്നെന്തായി മുന്തിരിത്തോട്ടത്തോട് ചെയ്യുവാൻ പോകുന്നത്? ഇനി ഇതിനേക്കാൾ എന്താ അവരെ രക്ഷിക്കുവാൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഉള്ള ചോദ്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പം സ്നേഹവും നീതിയും വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹവും നീതിയും മനസ്സിലാകണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം അത് അപകീർത്തിപ്പെടുത്താതിരുന്നാൽ മാത്രമേ നമുക്ക് തന്നിരിക്കുകയാണ് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, നീ മരണത്തെയാണോ തെരഞ്ഞെടുക്കുന്നത്, ജീവനെയാണോ തെരഞ്ഞെടുക്കുന്നത്? ദൈവത്തിന് അവിടെ നാം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. ആ തെരഞ്ഞെടുപ്പിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നാം ജീവനെ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവനാമത്തിന്റെ നിർദോഷീകരണം. ദൈവത്തിന്റെ നാമം അല്ലെങ്കിൽ ദൈവം വചനം നാം പഠിക്കുമ്പോൾ ശരിയായ രീതിയിൽ ദൈവാത്മാവിൽ ആശ്രയിച്ച് നാം ദൈവവചനം പഠിക്കുമ്പോൾ നമ്മളുടെ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം തരുന്ന അനുഭവങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. നാം ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അതിൽ ആശ്രയിച്ചുകൊണ്ട് നാം പഠിക്കുമ്പോൾ മാത്രമേ അത് വെളിപ്പെട്ടു വരികയുള്ളൂ എന്ന് വളരെ വ്യക്തമാണ്. ഈ ലോകത്തിന്റെ പോരാട്ട കളരിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ അനിഷ്ട സംഭവങ്ങള്, ദുഷ്ടത പെരുകി വരുന്ന അനുഭവങ്ങള്,
ഹബക്കൂക്ക് പ്രവാചകനെ പോലെ ഒരു ദൈവ പൈതലിന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ദൈവമേ നീ ഇത് കാണുന്നില്ലേ എന്ന ചോദ്യമൊക്കെ നമ്മളിൽ നിന്നുണ്ടാകാം. എന്നാല് ദൈവത്തിന്റെ വചനം ആത്യന്തികമായിട്ട് അതിനൊക്കെയും ഉത്തരം തരുന്നുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഈ നുഴഞ്ഞുകയറ്റക്കാരനായ പിശാച് ഹൃദയങ്ങളെ എന്ത് ചെയ്യാണ്? അവന്റെ വലയിലേക്ക് ആക്കുവാൻ തക്കവണ്ണമുള്ളതായ സകല ശക്തിയും ഉപയോഗിച്ച് ഈ നാളുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിയുന്നതായ സാത്താൻ. എന്നാല് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഓരോ അപ്പോസ്തലന്മാരും പറയുന്നത് അലറുന്ന സിംഹം പോലെ അവൻ ചുറ്റിത്തിരിയുന്നുവെങ്കിലും ദൈവത്തിന്റെ വചനം നമ്മൾക്ക് വഹിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നടത്താതിരിക്കുവാൻ എപ്പോഴും നമ്മളെ സ്വാന്തനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ദൈവം നമ്മളുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ ആ അനുഭവങ്ങളാണ് ദൈവത്തോട് അടുത്തിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുമ്പോൾ വെളിപാട് പുസ്തകം 15-ാം അധ്യായത്തില് നമുക്കൊന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 15-ാം അധ്യായം. ഞാൻ വലുതും അത്ഭുതകരവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെയും അതോടുകൂടി ദൈവക്രോധം തീർന്നു. 7 ബാധയുടെ അവസാനം എന്താ സംഭവിക്കുന്നത്? ദൈവക്രോധം തീർന്നു എന്നുള്ളതായ ഒരനുഭവമാണ് വരുന്നത്. ആ അനുഭവം വരുന്നതിന് മുൻപ് തന്നെ നാം ദൈവത്തോട് അടുത്ത് ജീവിക്കേണ്ടതായ കാര്യമുണ്ട്. ബാധകൾ തുടങ്ങുന്നതിന് മുമ്പേ ദൈവം നമുക്കൊരു ആഹ്വാനം തരുന്നുണ്ട്. സകല സൗമ്യന്മാരുമായിട്ടുള്ളവരെ കൂടി വരുവേൻ. സൗമ്യന്മാരായിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. സൗമ്യതയുള്ളവരാണ് ദേശത്തെ കൈവശമാക്കുന്നത്, ദൈവത്തിന്റെ പുതുവാന ഭൂമിയിൽ വാസം ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നത്. 15:3 പറയുന്ന വെളിപാട് പുസ്തകം 15:3 പറയുന്നത്, ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതകരവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമായവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും എന്ന് പറയുന്നതായ മൃഗത്തെയും അതിന്റെ പ്രതിമയോടും അതിന്റെ പേരിന്റെ സംഖ്യയോടൊന്നും കലർപ്പില്ലാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു പാട്ടാണ് വെളിപാട് പുസ്തകം 15-ാം അധ്യായത്തില് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രൂശിന്റെ പദ്ധതി എന്ന് പറഞ്ഞാല് ക്രൂശിലും മുഴുവൻ രക്ഷാപദ്ധതിയുടെയും ദൈവം ന്യായീകരിക്കപ്പെടുന്നത് പുനരാഗമനത്തിന് മുമ്പുള്ള ന്യായവിധിയിൽ നോക്കി പാർത്തിരിക്കുന്ന പ്രപഞ്ചത്തിന് മുമ്പാകെ ദൈവം ന്യായീകരിക്കപ്പെടുന്നതായ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ മുഴങ്കാലും അവിടുത്തെ സന്നിധിയിൽ മടങ്ങും എന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ നാവും കർത്താവിനെ ഏറ്റുപറയും, എല്ലാ മുഴങ്കാലും അവിടുത്തെ സന്നിധിയിൽ മടങ്ങും. ഇതെല്ലാം കർത്താവിന്റെ നീതിയെ ന്യായീകരിക്കുന്ന അനുഭവങ്ങളായിട്ട് വേദപുസ്തകം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹവാനായ ഈ ദൈവം മനുഷ്യന്റെ ജീവിതത്തില് ചെയ്തിരിക്കുന്നതായ നന്മകളെ കാണുവാൻ തക്കവണ്ണം ഈ കാലങ്ങളില് നാം ദൈവത്തോട് അനുരൂപരായി തീരണം. നന്ദിയില്ലാത്ത ഒരു ലോകത്തില്, നന്ദി കെട്ടവരുടെ ഇടയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ചെയ്യുന്ന നന്മകളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കാൻ തക്കവണ്ണം കഴിയുള്ളൂ. മനോഹരമായൊരു മുന്തിരിത്തോട്ടമായി, മനോഹരമായ നല്ല ഫലം തരുന്ന ഒരു മുന്തിരിത്തോട്ടമായി ഇരിപ്പാൻ തക്കവണ്ണം വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ജനം, ആ സംരക്ഷണം എല്ലാം ഏറ്റുവാങ്ങിയ ഈ ജനം ദൈവത്തെ മറുതലിച്ച് അവരുടെ ഇഷ്ടങ്ങൾ, മലിനതയും മത്സരവും അത്യാഗ്രഹവും നിറഞ്ഞവരായി തീർന്നപ്പോൾ ജാതികളൊക്കെ ദൈവത്തിന്റെ നാമം അവരുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് അവർ അകന്നുപോയി. കാട്ടുപന്നികൾ വന്നവരെ മാന്തിക്കളയുവാൻ ഇടയായി. അങ്ങനെയിരുന്ന അനുഭവത്തിൽ വീണ്ടും സ്നേഹവാനായ ദൈവം തന്റെ പുത്രനെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി ഈ ഭൂമിയിലേക്ക് അയച്ച് ആ ക്രൂശില് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു.
തൻ്റെ പുത്രനെ ആദരിക്കാതെ ഇരുന്ന ഒരു ലോകത്തിലേക്ക് ആ കർത്താവിനെ ആദരിക്കാതെ അവരെന്ത് ചെയ്തു? കാൽവറിയിലേക്ക്, ആ കൊലക്കളത്തിലേക്ക് അയക്കുന്ന കാഴ്ച. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൽ കൂടുതലൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നാം മനോഹരമായ ഒരനുഭവമായി മാറുവാൻ, ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുവാൻ, ദൈവത്തിന്റെ നീതിയെ ഘോഷിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാലങ്ങളിൽ ദൈവസ്നേഹവും ദൈവനീതിയും നമ്മുടെ ജീവിതത്തിലൂടെ വേണം ഈ സാത്താൻ വാഴുന്നതായ, അല്പകാലം കൂടെ വാഴുന്നതായ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ നീതിയും സ്നേഹത്തിനും സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. കർത്താവ് നമുക്ക് ചെയ്തു തരുന്ന അനവധിയായ നന്മകൾ അത് അനുഭവിക്കുമ്പോൾ ചോദ്യം ചെയ്യാതെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നീതിമാനായ ദൈവത്തിന്റെ കാരുണ്യം മാത്രമാണ് നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും മെച്ചപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. ഈ പാഠങ്ങളൊക്കെയും പഠിക്കുമ്പോൾ അപവാദിയെ മനസ്സിലാക്കുക, നീതിമാനായ ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയുക, പോഷ്കിനെ മനസ്സിലാക്കുക, പോഷ്കിന്റെ അപ്പനായ പിശാച് മനുഷ്യനിൽ കുടികൊള്ളുന്നത് മനസ്സിലാക്കുവാൻ വിവേകത്തെ പ്രാപിക്കുക. യോബ് പറഞ്ഞതുപോലെ നാം ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുവന്നില്ല, നാം ഈ ഭൂമിയിൽ നിന്നൊന്നും തന്നെ കൊണ്ടുപോകുന്നതുമില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ നല്ല ആയുസിന്റെ അനുഭവത്തില് ദൈവത്തിന് മഹത്വമുള്ളവരായി, കാണപ്പെടാത്ത ദൈവത്തെ കണ്ടതുപോലെ വിശ്വസിച്ചുകൊണ്ട് നാം ദൈവമുള്ളവരായി ജീവിക്കുമ്പോൾ, സാക്ഷ്യമുള്ളവരായി ജീവിക്കുമ്പോൾ, നല്ല അനുഭവമുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവത്തിന് നല്ല മനോഹരമായ ഒരു മുന്തിരി തോട്ടമായിരിക്കാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു. മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് നല്ല വള്ളികളായി നല്ല ഫലം കായ്ക്കുവാൻ ചെത്തി ഒരുക്കപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നല്ല ഫലം കായ്ക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം ഈ പാഠപഠനത്തിലൂടെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനിയും കാലങ്ങളേറെയില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങി ഇരിക്കുമ്പോൾ നാം പ്രത്യാശയിൽ നിലനിൽക്കുവാൻ, കർത്താവിനോട് താതാത്മ്യപ്പെടുവാൻ, അവിടുത്തെ സ്നേഹത്തിന്റെ നല്ല അനുഭവങ്ങൾ പങ്കിടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വേഗം വരുന്നവനുമായ കർത്താവേ, ഞങ്ങൾക്ക് മനോഹരമായ ഒരു പാഠം നൽകി തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. എന്തുമാത്രം നന്മകളാണ് ഓരോ ദിവസവും അടിയങ്ങളുടെ ജീവിതത്തിൽ തരുന്നതപ്പോൾ അത് കാണുവാൻ, അനുഭവിക്കുവാൻ, അത് പങ്കിടുവാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ കുറിച്ച്, യെരൂശലേം നിവാസികളെ കുറിച്ച്, ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് ചൊല്ലിയിരിക്കുന്നതായ ആ ഗാനം, പ്രിയന്റെ ഗാനം പാടിയതായ ദൈവമേ അനുഭവം, എന്നാൽ അതിന്റെ ഒടുവിൽ വരുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തോട് ഞാൻ എന്ത് ചെയ്യുമെന്ന ചോദ്യം വരാതിരിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങള് കർത്താവിന് മാധുര്യമുള്ളതായി തീരുവാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായി തീരുവാൻ, അവിടുത്തെ സ്നേഹത്തെ പങ്കിടുന്നവരായി തീരുവാൻ, അവിടുത്തെ നീതിയെ ഘോഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ. ഈ പാഠം പഠിക്കുന്ന ഓരോ വ്യക്തികളും കർത്തൃ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കാലങ്ങളേറെയില്ല എന്ന് മനസ്സിലാക്കി ദൈവമേ അവിടുത്തെ വരവിന് പ്രത്യാശിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കി സഹായിക്കണം. അവിടുന്ന് വേഗം വരുമ്പോൾ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വിളി കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. എല്ലാവർക്കും നല്ല ഒരു ശബത്തിന്റെ പകൽക്കാലം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.